സംസ്ഥാനത്തെ പ്രബലരായ രണ്ട് കക്ഷികൾ, ഒന്ന് LDF, മറ്റൊന്ന് UDF. UDFിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു ഘടകകക്ഷി അത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ നെടുന്തൂണ് സമസ്ത തന്നെയാണ്. ലീഗിൽ സുന്നിയോടൊപ്പം മുജാഹിദ് ഉണ്ടെങ്കിലും അവയൊന്നും തന്നെ സമസ്തയോളം വരില്ല. സമസ്തയെ സാമുദായിക സംഘടന എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ ആ സാമുദായിക സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാം. സമസ്ത എന്നാൽ ലീഗ്, ലീഗ് എന്നാൽ സമസ്ത എന്ന കാലഘട്ടമെല്ലാം അവസാനിച്ചു. ഇന്നിപ്പോൾ ലീഗ് സമസ്ത തമ്മിലുള്ള പ്രശ്നം തെരുവിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ സമസ്തയെ പ്രകോപിപ്പിച്ചത് സുപ്രഭാതം പത്രം ഒരു ലീഗ് പ്രവർത്തകൻ കത്തിച്ചതാണ്. പിണറായിയുടെ ചിത്രമുള്ള LDFന് വോട്ട് ചെയ്യൂ എന്ന പരസ്യം പ്രസിദ്ധീകരിച്ച സുപ്രഭാതം പത്രത്തിന്റെ ആദ്യ പേജ് ലീഗ് പ്രവർത്തകൻ കത്തിച്ചപ്പോൾ മുന്നറിയിപ്പുമായി സമസ്ത രംഗത്തെത്തിയെങ്കിലും ലീഗ് ഇതേ പ്രകോപനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ലീഗ് സമസ്ത പ്രശ്നങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ടു. സമസ്തയുടെ നേതാവായ ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലീഗ് അനങ്ങിയില്ല. മാത്രമല്ല, പ്രകോപനവും തുടർന്നു. ലീഗിന്റെ മുൻഗണന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. UDFിന്റെ 20 സ്ഥാനാർത്ഥികളിൽ പൊന്നാനിയും മലപ്പുറത്തെയും തോൽപ്പിക്കണം, അതിനായി LDFന് വോട്ട് ചെയ്യൂ എന്ന പ്രചരണം ലീഗിന് തിരിച്ചടി നൽകാൻ സമസ്ത നടത്തി. പ്രവർത്തകരെ ഫോണിൽ വിളിക്കുകയും അല്ലാതെയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും തുടർന്നു. സത്യത്തിൽ സമസ്തയും ലീഗും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു. 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം തന്നെ മനസ്സിൽ കരുതിയാകും ഓരോ സമസ്തയും ലീഗ് പ്രവർത്തകനും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ലീഗും സമസ്തയും തമ്മിൽ തല്ല് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. UDFന് ഭരണം നഷ്ടമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുന്നത് മുതൽ സമസ്ത CPMനോട് അടുത്തിരിക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ട ലീഗ്, നെഹ്റുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പിന്നീട് ചത്ത കുതിരയായി മാറി. അധികാരമില്ലാത്ത ലീഗിനെ കൊണ്ട് എന്ത് നേട്ടമെന്നായി സമസ്തയുടെ ചിന്ത. സർക്കാരിൽ നിന്നും സമുദായത്തിൽ നിന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ലീഗിന്റെ സഹായമില്ലാതെ സമസ്ത നേടി. അങ്ങനെ സർക്കാരുമായി നല്ല ബന്ധം പുലർത്താൻ സമസ്ത നേതാക്കൾക്കുമായി. കേരളത്തിലെ വിവാദമായ ലവ് ജിഹാദ്, പലസ്തീൻ വിഷയം, പാലാ ബിഷപ്പ് നടത്തിയ പ്രസംഗം, CAA വിഷയം തുടങ്ങി എല്ലാ വിഷയത്തിലും UDF നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം ലീഗും മൗനം പാലിച്ചത് സമസ്തയെ ലീഗിൽ നിന്നും അകറ്റാൻ ആക്കം കൂട്ടി. മുത്തലാഖ്, CAA തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ പാർലമെന്റിൽ ചർച്ചയാകുമ്പോൾ ലീഗ് MPമാരുടെ അസാന്നിധ്യം അന്ന് തന്നെ വിവാദമായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമസ്ത ലീഗ് പോര് വളരെ രൂക്ഷമായി നിൽക്കുകയാണ്. ആ സമസ്ത ലീഗ് പോരിന് തുടക്കം കുറിച്ചത് അത് ലീഗ് പ്രവർത്തകരാണെങ്കിലും അത് സമസ്ത ആദ്യമെല്ലാം തന്നെ വിട്ടുകളയുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF സ്ഥാനാർത്ഥിയായി KS ഹംസ 3 തവണകളായിട്ട് ലീഗിന് എതിരെ കടുത്ത പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ വിഷയത്തോട് പ്രതികരിക്കാനായി ലീഗ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിലാണ് KS ഹംസയുടെ വാക്കുകൾ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് മുക്കം ഉവൈസി രംഗത്തെത്തുന്നത്. അത്തരമൊരു വിഷയം ലീഗിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷിക്കണമെന്ന് മുക്കം ഉവൈസി പറഞ്ഞതോടെ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് തകിടം മറിയുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിന് വീണ്ടും തിരിതെളിഞ്ഞു എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉവൈസി തന്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാമിനെതിരെയും അദ്ദേഹം വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പലപ്പോഴായി PMA സലാം ആണെങ്കിലും സമസ്തക്കെതിരെ പലതരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളുമായി കൊണ്ട് രംഗത്തെത്തുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പല വാക്കുകളും വളരെ വലിയ രീതിയിലെല്ലാം തന്നെ വിവാദവുമായിരുന്നു. അതിനെല്ലാം പുറമെയാണ് ഉവൈസി PMA സലാമിന് എതിരെ രംഗത്തെത്തുന്നത്. PMA സലാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നെല്ലാം തന്നെ ഉവൈസി പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വലിയൊരു തർക്കത്തിലേക്ക് സമസ്ത ലീഗ് പോലെ രൂക്ഷമാകാനുള്ള കാരണമായിരിക്കുന്നത്. ഇന്ന് എന്ത് തന്നെയാണെങ്കിലും ലീഗിന് അനുകൂലമായി നിൽക്കുന്ന സമസ്തയുടെ ഭാഗത്തു നിന്നും ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനം ഇന്ന് മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നു. ആ വാർത്താ സമ്മേളനം ഇന്ന് നടന്നില്ല. എന്നാൽ ആ വാർത്താ സമ്മേളനം നടക്കാത്തതിന് പുറകിലും സമസ്ത തന്നെയാണ് എന്നുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സമസ്ത ലീഗ് പ്രശ്നത്തിൽ പ്രതികരണവുമായി കൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ ഡോക്ടർ MK മുനീർ പോലും രംഗത്തെത്തിയിട്ടുണ്ട്. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന CPM പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് മുനീർ പറഞ്ഞു വെക്കുന്നുണ്ട്. മോദിയുടെ സ്വരമുള്ള പിണറായിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്നുകൂടി അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. അടിയൊഴുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് മുൻപും സമാന പരീക്ഷണങ്ങൾ CPM നടത്തിയിട്ടുണ്ടെന്ന് പോലും മുനീർ ആക്ഷേപിക്കുന്നുണ്ട്. ഇത്തവണയും പരീക്ഷണം പാളുമെന്നും മുനീർ പറയുന്നു. രാജ്യം അപകടത്തിലാകുമ്പോൾ തർക്കിച്ച് നേരം കളയാൻ ലീഗില്ലെന്നും മുനീർ പറഞ്ഞു വെക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ PV അൻവറിന്റെ EAG പരിശോധന നടത്തി തലച്ചോറിന്റെ തകരാർ കണ്ടെത്തണമെന്ന് പോലും മുനീർ പരിഹസിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ലീഗ് സമസ്ത പോര് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അതിന് CPMന് പങ്കുണ്ട്. CPM യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന രാഷ്ട്രീയ ഒരു നീക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് മുനീറിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല സമസ്തയുടെ പ്രത്യേകിച്ചും
ലീഗിനോട് അനുഭാവമുള്ള സമസ്തയുടെ ഭാഗത്തു നിന്നും ലീഗിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തിയതിന് ശേഷം സർക്കാരുമായി കാണിക്കുന്ന വലിയ അടുപ്പം തന്നെയാണ്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം സമസ്തയും സർക്കാരും തമ്മിൽ വലിയൊരു അടുപ്പത്തിലേക്ക് നീങ്ങിയ സാഹചര്യമെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മാത്രമല്ല ഇത്തവണ പൊന്നാനിയിൽ മത്സരിക്കുന്നത് KS ഹംസയാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. KS ഹംസയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പക്ഷേ EK വിഭാഗം സമസ്തയുടെ വലിയ തോതിലുള്ള ഒരു വോട്ട് അദ്ദേഹത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ MP ആയിരുന്നത് ET മുഹമ്മദ് ബഷീറാണ്. UDFന്റെ തീരുമാനം അനുസരിച്ച് ഇക്കുറി മത്സരത്തിന് ഇറങ്ങേണ്ടിയിരുന്നത് സിറ്റിംഗ് MP ആരാണ് അദ്ദേഹം തന്നെയായിരുന്നു മത്സരത്തിന് യഥാർത്ഥത്തിൽ അതേ മണ്ഡലത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് പൊന്നാനിയും മലപ്പുറം 2 ലോക്സഭാ മണ്ഡലങ്ങൾ തമ്മിലുള്ള സ്ഥാനാർത്ഥികളെ പരസ്പരം മാറ്റുന്നത്. അതിനുള്ള പ്രധാന കാരണമായി പറഞ്ഞത് ET മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ വിജയസാധ്യത കുറയാനുള്ള സാഹചര്യമുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു നീക്കം ഉണ്ടായതെന്നെല്ലാം തന്നെ വാദങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നെങ്കിലും അതിനൊരു പ്രധാന മറുവശം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ET മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സുന്നി ഇതര ആശയക്കാരനാണ്. അതുകൊണ്ട് തന്നെ KS ഹംസയാണ് യഥാർത്ഥത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ മത്സരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ ഒരു സുന്നി ഇതര ആശയമുള്ള വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ടും ഒരർത്ഥത്തിൽ KS ഹംസയ്ക്ക് വോട്ടുകൾ ഏറെ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായത് എന്നുപോലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ പൊന്നാനിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് അബ്ദുൾ സമദ് സമദാനിയാണ്. സമദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മതപണ്ഡിതൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വോട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് ഒഴുകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു നീക്കം പോലും യഥാർത്ഥത്തിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള വാദങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിലാണ് ലീഗ് സമസ്ത വിഷയങ്ങൾ വലിയ തരത്തിൽ ആളിക്കത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ KS ഹംസയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ലീഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലീഗിനെ സംബന്ധിക്കുന്ന പഴയ വിഷയങ്ങളെല്ലാം തന്നെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് KS ഹംസയ്ക്ക് സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFന് ഏറെ പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലം തന്നെയായിരുന്നു പൊന്നാനി. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിലല്ല കാര്യങ്ങൾ, അതായത് ഒരു ഈസി വാക്ക് ഓവറിന് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് സാധിക്കില്ല എന്നുള്ള നിലയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ KS ഹംസയാണെങ്കിലും ശരി, ഇനി അതല്ല സമസ്തയാണെങ്കിലും ശരി, സമസ്തയുടെ മുഴുവൻ വോട്ടുകൾ CPMലേക്ക് ഒഴുകിയാലും ശരി, യാതൊരു തരത്തിലുള്ള മാറ്റവും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ലീഗ് അത് വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.